ഭാരതീയ ജ്യോതിഷം കേവലം പ്രവചനങ്ങളുടെ ഒരു സമാഹാരമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങളെയും മനുഷ്യന്റെ ആന്തരിക പ്രകൃതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിശുദ്ധ വിദ്യയാണ്. ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഓരോന്നിനും ഓരോ കഥയും സ്വഭാവവുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ട് ആത്മീയതയുടെയും ഭൗതിക സമൃദ്ധിയുടെയും ഒരു സുവർണ സംഗമസ്ഥാനമായി നിലകൊള്ളുന്ന നക്ഷത്രമാണ് പൂയം. ജ്യോതിഷ പണ്ഡിതന്മാരും ഋഷീശ്വരന്മാരും പൂയത്തെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രങ്ങളുടെ രാജാവ് എന്നാണ്. ഈ വിശേഷണം തന്നെ ആ നക്ഷത്രത്തിന്റെ കരുത്തും പവിത്രതയും വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് പൂയം ഇത്രയധികം ആദരിക്കപ്പെടുന്നത്? ഉത്തരം അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. പുഷ്യ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് പൂയം എന്ന പേരുണ്ടായത്. പോഷിപ്പിക്കുന്നതെന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു നക്ഷത്രം എങ്ങനെയാണ് മനുഷ്യനെ പോഷിപ്പിക്കുന്നത്? അത് കേവലം ശാരീരികമായ വളർച്ചയല്ല, മറിച്ച് മനസ്സിനും ആത്മാവിനും ബുദ്ധിക്കും നൽകുന്ന ഉന്നമനമാണ്. ലോകത്തിന് നന്മ പകർന്നു നൽകുന്ന കരുണയുടെ ഉറവിടമായ ഒരു അമ്മയെപ്പോലെയാണ് പൂയം നക്ഷത്രം. പശുവിന്റെ അകിടാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത്. പശു തന്റെ കുഞ്ഞിന് പകർന്നു നൽകുന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും പോഷണത്തിന്റെയും പ്രതീകമാണത്. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു വാത്സല്യമുണ്ടാകും. ജ്യോതിഷപരമായ ഘടന പരിശോധിച്ചാൽ പൂയം നക്ഷത്രം കർക്കടക രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ രാശിയാണിത്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ അധിപൻ കഠിനാധ്വാനത്തിന്റെയും നീതിയുടെയും ദേവനായ ശനിയാണ്. ചന്ദ്രന്റെ വികാരവായ്പും ശനിയുടെ അച്ചടക്കവും ഒത്തുചേരുന്ന അതിമനോഹരമായ ഒരു സമന്വയമാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതം. കൂടാതെ ഈ നക്ഷത്രത്തിന്റെ ദേവത ദേവഗുരുവായ ബൃഹസ്പതിയാണ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പ്രതീകമായ ബൃഹസ്പതിയുടെ അനുഗ്രഹം പൂയം നക്ഷത്രക്കാർക്ക് ജന്മനാ സിദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പണ്ഡിതന്മാരായോ ദാർശനികരായോ മികച്ച ഭരണാധികാരികളായോ മാറുന്നത്. പൂയം നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന സമയം ഏതൊരു ശുഭകാര്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുഷ്യരവി യോഗം, പുഷ്യഗുരുയോഗം എന്നിങ്ങനെ ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തിയേറിയ യോഗങ്ങൾ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വിദ്യാരംഭത്തിനോ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനോ പൂയം നക്ഷത്രം തിരഞ്ഞെടുക്കുന്നത് ഐശ്വര്യദായകമാണ്. എന്നാൽ രസകരമായ ഒരു വസ്തുതയുണ്ട്. ഇത്രയേറെ ശുഭകരമായ ഈ നക്ഷത്രം വിവാഹ കാര്യങ്ങൾക്ക് മാത്രം വർജ്യമായി ചിലയിടങ്ങളിൽ കരുതപ്പെടുന്നു. ശിവപാർവതി വിവാഹം നടന്നത് ഈ നക്ഷത്രത്തിലാണെന്നും എന്നാൽ ആ ബന്ധത്തിലെ വിരഹവും കഷ്ടപ്പാടുകളും കാരണമാണ് വിവാഹത്തിന് ഈ നക്ഷത്രം ഒഴിവാക്കുന്നതുമെന്നുമാണ് ഐതിഹ്യം. എങ്കിലും ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ പൂയത്തെ വെല്ലാൻ മറ്റൊരു നക്ഷത്രമില്ല. ഒരു പൂയം നക്ഷത്രക്കാരൻ കടന്നു പോകുമ്പോൾ ആ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ഗാംഭീര്യവും ശാന്തതയും നമുക്ക് ദർശിക്കാം. ആരെയും ആകർഷിക്കുന്ന ആ സ്നിഗ്ധമായ മുഖഭാവവും വിവേകപൂർണമായ സംസാരവും അവരുടെ പ്രത്യേകതയാണ്. അവർക്ക് ലോകത്തോട് പറയാനുള്ളത് സ്നേഹത്തിന്റെ ഭാഷയാണ്, പ്രവർത്തിക്കാനുള്ളത് ധർമ്മത്തിന്റെ പാതയിലുമാണ്. സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങൾ, അവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങൾ, ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു യാത്രയാണ് ഈ വീഡിയോ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും സൽ സ്വഭാവികളുമായിരിക്കും. മുഖത്തെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക തേജസ് ഇവർക്കുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവരുടെ ജന്മസിദ്ധമായ പ്രത്യേകതയാണ്. കർക്കടക രാശിയിൽ ജനിച്ചവരായതുകൊണ്ട് തന്നെ ഇവർക്ക് വികാരപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടാകും. എങ്കിലും ശനിയുടെ സ്വാധീനം കാരണം വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇവർ അനാവശ്യമായ ആഡംബരങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. ലളിതമായ ജീവിതശൈലിയും ഉയർന്ന ചിന്താഗതിയും ഇവരുടെ പ്രത്യേകതയാണ്. ദൈവഭക്തിയും ഗുരുഭക്തിയും ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളാൻ ഇവർ ഒട്ടും മടിക്കാറില്ല. പൂയം നക്ഷത്രത്തിന്റെ ചിഹ്നം പശുവിന്റെ അകിടാണ്. ഇത് പോഷണത്തെയും കരുണയെയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സലിയും. കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ഒരു സംരക്ഷകന്റെ വേഷം ഇവർ എപ്പോഴും അണിയും. ശനിയുടെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് അസാമാന്യ അച്ചടക്കം നൽകുന്നു. ഏൽപ്പിച്ച ജോലി കൃത്യസമയത്ത് തീർക്കാനും നിയമങ്ങൾ പാലിക്കാനും ഇവർ ശ്രദ്ധിക്കും. കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. പെട്ടെന്നുള്ള വിജയങ്ങളെക്കാൾ സാവധാനത്തിലുള്ളതും സ്ഥിരതയുള്ളതുമായ വളർച്ചയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. വാക്കിന് വില നൽകുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. ചതി, വഞ്ചന എന്നിവ ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വിശ്വസ്തതയുടെ കാര്യത്തിൽ ഇവരെ കണ്ണടച്ച് വിശ്വസിക്കാം. സുഹൃത്ത് ബന്ധങ്ങളിലും ദാമ്പത്യത്തിലും ഇവർ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. അതിനാൽ തന്നെ അറിവ് സമ്പാദിക്കുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. പുസ്തക വായനയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കൗതുകവും ഇവരുടെ പ്രത്യേകതയാണ്. മിക്കപ്പോഴും ഇവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പണ്ഡിതന്മാരോ അധ്യാപകരോ ആയിത്തീരും. പൂയം നക്ഷത്രക്കാർ കർമ്മനിരതരാണ്. വെറുതെ ഇരിക്കാൻ ഇവർക്കിഷ്ടമല്ല. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്താൻ ഇവർക്ക് സാധിക്കും. അധ്യാപനം, നിയമം, ഭരണനിർവഹണം, ആത്മീയ മേഖലകൾ, നഴ്സിംഗ്, മെഡിക്കൽ സേവനം, കൃഷി, ഭക്ഷണ വിതരണം ചെയ്യുന്ന മേഖലകൾ എന്നിവ ഇവർക്ക് വളരെ അനുയോജ്യമാണ്. ചെറുപ്പകാലത്ത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാമെങ്കിലും മധ്യവയസ്സോടെ ഇവർ സാമ്പത്തികമായി സുരക്ഷിതരാകും.
പണം അനാവശ്യമായി ചെലവാക്കുന്ന പ്രകൃതം ഇവർക്കില്ല. സമ്പാദ്യശീലം ഇവരുടെ വലിയൊരു ഗുണമാണ്. റിയൽ എസ്റ്റേറ്റ്, സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഇവർക്ക് ഗുണകരമാകാറുണ്ട്. കുടുംബത്തോട് അമിതമായ സ്നേഹം പുലർത്തുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും മക്കളെ ഉത്തമരായ പൗരന്മാരാക്കി വളർത്തുന്നതിലും ഇവർ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. വൈകി വിവാഹം കഴിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണിത്. എങ്കിലും ഇവർക്ക് ലഭിക്കുന്ന പങ്കാളി പൊതുവെ അനുസരണയുള്ളവരും സ്നേഹസമ്പന്നരുമായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും പങ്കാളിയുടെ അഭിപ്രായം തേടുന്നത് ഇവരുടെ ശീലമാണ്. വലിയൊരു സൗഹൃദ വലയം ഇവർക്കുണ്ടാകില്ല. പക്ഷേ ഉള്ള സുഹൃത്തുക്കൾ ഇവർക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ടവരായിരിക്കും. ആപത്ത് കാലത്ത് ഓടിയെത്തുന്നവരായിരിക്കും ഈ സുഹൃത്തുക്കൾ. പൂയം നക്ഷത്രക്കാർ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇവർ അന്ധമായി വിശ്വസിക്കില്ലെങ്കിലും അവയുടെ മൂല്യം മനസ്സിലാക്കി പിന്തുടരും. കൃത്യമായ പ്രാർത്ഥനാശീലവും ധ്യാനവും ഇവരുടെ മാനസിക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുരുതുല്യരായ ആളുകളിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്. ചന്ദ്രന്റെ സ്വാധീനം കാരണം പെട്ടെന്ന് സങ്കടപ്പെടാനും സന്തോഷിക്കാനും സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ മാനസികമായി തളർത്തിയേക്കാം. താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നുന്ന രീതിയിലുള്ള പിടിവാശി ചിലപ്പോൾ ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് മറ്റുള്ളവരുമായി അനാവശ്യ തർക്കങ്ങൾക്ക് കാരണമാകും. ചില കാര്യങ്ങളിൽ അനാവശ്യ സംശയം വച്ച് പുലർത്തുന്നത് ഇവരുടെ സമാധാനം നശിപ്പിച്ചേക്കാം. ശനിയുടെ സ്വാധീനം ചിലപ്പോൾ ഇവരിലേക്ക് മന്ദത കൊണ്ടുവന്നേക്കാം. ഇത് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലത്തിന് കാരണമാകും. പൂയം നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിൽ ജനിച്ചവർക്കും പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടാകും. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട പൂയം 1-ാം പാദക്കാർക്ക് സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ നേതൃത്വ ഗുണവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. അധികാരമുള്ള തസ്തികകളിൽ ഇവർ ശോഭിക്കും. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട പൂയം 2-ാം പാദക്കാർക്ക് ബുധന്റെ സ്വാധീനമാണ് ഉണ്ടാവുക. ഇവർ ബുദ്ധിശാലികളും പ്രായോഗികമായി ചിന്തിക്കുന്നവരുമായിരിക്കും. കച്ചവടം, കണക്കെന്നീ മേഖലകളിൽ ഇവർ മികവ് കാണിക്കും. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട പൂയം 3-ാം പാദക്കാർ ശുക്രന്റെ സ്വാധീനത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇതിവർക്ക് കലകളിലും സാഹിത്യത്തിലും താല്പര്യം നൽകുന്നു. നല്ല വസ്ത്രധാരണത്തിലും സുഖസൗകര്യങ്ങളിലും ഇവർ താല്പര്യപ്പെടും. വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട പൂയം 4-ാം പാദക്കാർ ചൊവ്വയുടെ സ്വാധീനത്തിലുള്ളവരായതിനാൽ ഇവർ അല്പം ദേഷ്യക്കാരായേക്കാം. എങ്കിലും പ്രതിസന്ധികളെ ധീരമായി നേരിടാൻ ഇവർക്ക് കഴിയും. കർക്കടക രാശി ആയതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്വാസകോശം, ഹൃദയം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഇവർക്ക് അത്യാവശ്യമാണ്. തണുത്ത ആഹാര പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൂയം നക്ഷത്രക്കാരെ ഭാഗ്യശാലികളെന്ന് വിളിക്കാം. കാരണം ഇവർ ജനിച്ച വീടിന് ഐശ്വര്യം വരും എന്നാണ് വിശ്വാസം. ഇവർക്ക് പൊതുവെ വലിയ ശത്രുക്കൾ ഉണ്ടാകാറില്ല. ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പൂയക്കാർക്ക് സാധിക്കും. ബൃഹസ്പതിയെയും ദക്ഷിണാമൂർത്തിയെയും ആരാധിക്കുന്നത് അത്യുത്തമമാണ്. മഞ്ഞ, വെളുപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് ഗുണകരമാണ്. ഒരു ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. പൂയം നക്ഷത്രത്തിന്റെ വൃക്ഷം അരയാലാണ്. അരയാലിന് പ്രദക്ഷിണം വെക്കുന്നത് ഇവർക്ക് മാനസികമായ ശാന്തിയും ഉയർച്ചയും നൽകും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുന്നതും നീരാജനം സമർപ്പിക്കുന്നതും ഗുണകരമാണ്. സത്യസന്ധത, കാരുണ്യം, അച്ചടക്കം എന്നിവയുടെ മൂർത്തി രൂപമാണ് പൂയം നക്ഷത്രക്കാർ. ലോകത്തിന് വെളിച്ചം പകരാൻ ജനിച്ചവരാണിവർ. തങ്ങളുടെ സ്വാർത്ഥത മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇവർ സമൂഹത്തിന് വലിയ മാതൃകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാനും തങ്ങളുടെ വിവേകം കൊണ്ട് അവയെ മറികടക്കാനും ഇവർക്ക് സാധിക്കുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാനും അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കാനും സാധിച്ചാൽ ഇവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങൾ ഒന്നുമില്ല. സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന പൂയക്കാർ എന്നും ലോകത്തിനൊരു അനുഗ്രഹമായിരിക്കും.